കർഷകരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തി റിമാൻഡിലായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും. അടിമാലി പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായവരിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഏതാനും ആളുകൾ മാത്രമാണ് തയ്യാറായത്. എന്നാൽ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ 13-ന് സംഭവത്തിൽ പ്രതിയായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച വിവരം അറിഞ്ഞ് പണം ലഭിക്കാനുള്ള 100-ലധികം പേർ എത്തിയിരുന്നതായാണ് വിവരം. അടിമാലി, വെള്ളത്തൂവൽ, രാജാക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകർക്ക് നൽകാനുണ്ടെന്ന് പ്രതി പറഞ്ഞിട്ടുള്ള തുക പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. പരാതി രജിസ്റ്റർ ചെയ്യാൻ കൂട്ടാക്കാതെ സ്റ്റേഷനിൽ എത്തിയവർക്ക് ലഭിക്കാനുള്ളത് വലിയ തുകയാണെന്നാണ് വിവരം. വെള്ളത്തൂവൽ സ്റ്റേഷൻ പരിധിയിലെ കൊമ്പൊഴിഞ്ഞാൽ കളക്ഷൻ സെന്റർ, അടിമാലിയിലെ വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിൽ ഏലക്ക എത്തിക്കുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിനും പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അടിമാലി. അധികം ആളുകൾ കടന്നു ചെല്ലാത്ത എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ. ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ iCAMS അക്കാദമി. തൊടുപുഴ 8129353330, മൂവാറ്റുപുഴ 8593 000582, www.icamsonline.com.